കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള വെന്നിനെയാണ്. അവളെ ഇപ്പോ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ വിളിച്ചിട്ട് ഞാനും അമ്മയും നിനക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നീ എയർപോർട്ടിൽ എത്തണം എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. കാരണം ഇവൾക്ക് അബ്രോഡ് പോയി ഡാൻസ് പഠിക്കാനാണ് താല്പര്യം. പക്ഷെ അതിനോട് അവളുടെ അച്ഛന് താല്പര്യമില്ല. അച്ഛന്റെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഇവൾക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഇവൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഇവള് ഒരുപാട് സന്തോഷത്തില് അവളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഉടനെ തന്നെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്ററിന്റെ മാരേജ് നടക്കാനായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ വെൻ അവളോട് ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുന്ന വഴിക്ക് പെട്ടെന്ന് ഇവള് ഒരു വണ്ടി വന്ന് ഇടിച്ചു തെറിപ്പിക്കാണ്. അയാള് ഇടിച്ചിട്ടിട്ട് വണ്ടി നിർത്താതെ വേഗത്തിൽ വിട്ടുപോകുന്നു. പക്ഷെ ഇവളിപ്പോ വളരെ സീരിയസ് കണ്ടീഷനിലാണ് ഉള്ളത്. ഇവൾ എന്തായാലും ഉടനെ തന്നെ താൻ ഈ ലോകം വിട്ടുപോകും എന്ന കാര്യം ഏതാണ്ട് കൺഫേം ആക്കുന്നു. കാരണം അവളെ രക്ഷിക്കാനും ആരുമില്ല. അത് മാത്രമല്ല അത്രയും സീരിയസ് ആയിട്ടാണ് അവളിപ്പോ ഉള്ളത്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് ഇവളുടെ പേര് വിളിച്ചുകൊണ്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഫോർച്യൂനും അവന്റെ ഫ്രണ്ടും കൂടെ എത്തുന്നു. അപ്പോ ഇവൻ ഇത്ര കെയറോട് കൂടി വരുമ്പോ ഇവളെ ചിന്തിക്കുന്നത് ഇതെന്റെ ശല്യക്കാരനായിട്ടുള്ള അങ്കിളല്ലേ, ഇയാളെന്തിനാ എന്നോട് ഇത്ര സഹതാപം കാണിക്കുന്നത് എന്നാണ്. പക്ഷെ അപ്പോഴേക്കും ഇവള് ബോധം പോയി വീഴുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പൊ നമ്മളെ 3 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. നമ്മുടെ വെൻ മരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവൾ ഈ 3 വർഷമായിട്ട് ആ ഒരു ആക്സിഡന്റിന് ശേഷം കോമയിലാണുള്ളത്. അവള് കോമയിലാണ് എങ്കിൽ പോലും അവൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ അവളുടെ മൈൻഡ് വോയിസില് ഫോർച്യൂൻ ആ ഒരു ഹോസ്പിറ്റലിൽ അവളെ കാണാൻ എത്തുമ്പോ തന്നെ അവൾക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ 3 വർഷമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഇവളെ കാണാനെത്തിയ ഒരേ ഒരു വ്യക്തി അവൻ മാത്രമാണ്. എത്തുക മാത്രമല്ല ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവൾക്കൊരു നല്ല ചികിത്സ പ്രൊവൈഡ് ചെയ്യുന്നതും ഇവൻ തന്നെയാണ്. ഇവളുടെ ഫാമിലിയിൽ നിന്ന് ഒരു വ്യക്തി പോലും ഈ 3 വർഷത്തിനിടെ ഒരു തവണ പോലും ഇവളെ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. അപ്പൊ ഇവിടെ ഫോർച്യൂൻ വളരെ സന്തോഷത്തില് നമ്മുടെ വെനിന്റെ അടുത്തേക്ക് വന്ന് അവളോട് ബർത്ത്ഡേ വിഷസ് പറയുന്നു. ഇന്നവളുടെ 22ാമത്തെ ബർത്ത്ഡേ ആണ്. എന്നിട്ട് ഇവൻ ഇവൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്യിപ്പിച്ച ഒരു റെയർ ആയിട്ടുള്ള മോതിരവും ഗിഫ്റ്റ് കൊടുത്ത് അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു. അവന്റെ കൂടെ തന്നെ അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അലക്സും ഉണ്ട്. എന്നിട്ട് ഇവൻ തന്നെയാണ് ഇവളുടെ കാര്യങ്ങള് എല്ലാം തന്നെ നോക്കുന്നത്. അപ്പോ ഇവളുടെ മൈൻഡില് ഫുള്ള് ഇവൻ ഇത്രയും ഇവളോട് കെയർ കാണിക്കുമ്പോൾ അവൾക്ക് പൂർണ്ണമായും എഴുന്നേൽക്കാനുള്ള ഒരു മനസ്സാണ്. പക്ഷെ ഇവളുടെ ശരീരം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ അവളെ എഴുന്നേൽക്കാനൊക്കെ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവളുടെ ബോഡി വീക്ക് ആവാനായിട്ട് തുടങ്ങുകയാണ്. ഡോക്ടേഴ്സ് പെട്ടെന്ന് വന്ന് അവരെ കൊണ്ട് ആവുന്ന വിധം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവള് 3 വർഷത്തിന് ശേഷം മരണത്തിന് കീഴടങ്ങുന്നു. പക്ഷെ അത് കണ്ടോട് നിൽക്കുന്ന നമ്മുടെ ഫോർച്യൂന് ഒട്ടും തന്നെ താങ്ങാനാവുന്നില്ല. ഇവളെ ഏതെങ്കിലും ഒരു ദിവസം എഴുന്നേൽക്കും എന്നാണ് ഇവൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവനത് വിശ്വസിക്കാനാവാതെ അവളും മരിച്ചിട്ടും വീണ്ടും വൈപ്പ് ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അലക്സ് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോർച്യൂൻ ഇവൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. മറ്റൊരു മാനസികാവസ്ഥയിലാണ് അവനിപ്പോ ഉള്ളത്. സത്യത്തില് ഇവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊരിക്കൽ പോലും ഇവളോട് അവൻ തുറന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇവളോട് ഈ 3 വർഷം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ ഒന്ന് നോക്ക് പോലും ചെയ്തില്ലല്ലോ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നു. പക്ഷെ അവന്റെ ഫീലിങ്സ് എല്ലാം തന്നെ മരിച്ചിട്ടും ഇവൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനോട് എന്നോട് ക്ഷമിക്ക്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഇവിടെ ഇവള് വീണ്ടും പുനർജനിച്ചിരിക്കുകയാണ്. അതായത് ഇവളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ ഇവളുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഇവള് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവള് മരണപ്പെടുന്നത് അവളുടെ 22ാമത്തെ വയസ്സിലാണ്. പക്ഷേ ഇവളിപ്പോ 17ാമത്തെ വയസ്സിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഇവളുടെ അച്ഛനാണെങ്കിൽ ഇവൾക്ക് എക്സാമിന് മാർക്ക് കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഇവളുടെ ആ ഒരു സ്റ്റെപ്പ് മദറും അതേപോലെ തന്നെ അവരുടെ മകളായിട്ടുള്ള ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്ററും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വെന്നിന് അവളുടെ ചുറ്റും നടക്കുന്ന ഒന്നും തന്നെ മനസ്സിലാവാതെ നിൽക്കാണ്. അവള് കണ്ണ് തുറക്കുന്നത് തന്നെ നമ്മുടെ ഫോർച്യൂന്റെ ഷൂസിന്റെ സൗണ്ട് കേട്ടിട്ടാണ്. കണ്ണ് തുറന്നു നോക്കുമ്പോഴും അവനെയാണ് ഇവള് ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് പരിസരം മറന്ന് പെട്ടെന്ന് തന്നെ അവനെ പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാണ്. എനിക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നു. നേരത്തെ ഇവള് മരിക്കുന്ന സമയത്ത് ഇവൻ ഇവളെ പ്രപ്പോസ് ചെയ്തിരുന്നല്ലോ. സോ അതിനുള്ളൊരു മറുപടി ആയിട്ട് ഇവൾ അവനോട് എസ് പറയുന്നു. പക്ഷെ അതെല്ലാരും കേൾക്കുന്നുണ്ട്. ആർക്കും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഫോർച്യൂന് പോലും. അതുകൊണ്ട് തന്നെ ഇവളോട് നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ അവളുടെ അച്ഛനും നീ എന്ത് നോൺസെൻസ് ഒക്കെ ഈ പറയുന്നത്, ഇതൊക്കെ എവിടെ നിന്നാ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് അവൾക്ക് സത്യം പറഞ്ഞാല് ചുറ്റിനും നടക്കുന്നതൊക്കെ മനസ്സിലാവുന്നത്. കാരണം ഇവളുടെ ചുറ്റിനും ഇവരൊക്കെ നിൽക്കുന്ന കാര്യം ഇവള് നേരത്തെ അറിഞ്ഞ പോലും ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോഴാണ് ഇവള് താൻ പാസ്റ്റിലേക്ക് തിരിച്ചു വന്ന കാര്യം തന്നെ മനസ്സിലാക്കുന്നത്. ഇവള് മാത്രമാണ് പാസ്റ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. സോ ആ ഒരു സമയത്ത് ഇവൾക്ക് തന്റെ കഴിഞ്ഞ
ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലോട്ട് വരാണ്. ഇവൾക്ക് ആക്സിഡന്റ് സംഭവിച്ചതും കോമയിൽ 3 വർഷത്തോളം കിടന്നതും തന്റെ ഫാമിലി ഒരു തവണ പോലും തിരിഞ്ഞു നോക്കാത്തതും ഫൂച്ചൻ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഫൂച്ചന് തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഏതോ ഒരു ശക്തി തനിക്ക് ഒരു ചാൻസ് കൂടി തന്നതാണ് എന്ന സത്യം തിരിച്ചറിയുന്നു. അപ്പോ ഇവിടെ ഇവളുടെ അച്ഛൻ ഫൂച്ചനോട് ഇവളെ എക്സാമില് കുറവ് മാർക്ക് എടുത്തത് കൊണ്ട് തന്നെ ഇവളെ കുറിച്ച് കുറ്റം പറയുമ്പോ അവൻ ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ, നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വന്നത് എന്ന് ചോദിച്ച് നമ്മുടെ വെനിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അപ്പോ ഈ സ്റ്റെപ്പ് മദറും അതെ അതെ മിസ്റ്റർ ഫൂച്ചൻ പറഞ്ഞത് തന്നെയാ ശരി, കൊച്ചിനെ വെറുതെ ഇങ്ങനെ വഴക്ക് പറയുക എന്ന് പറഞ്ഞിട്ട് ഇയാളോട് നിങ്ങൾക്ക് ഇവളുടെ പാരന്റ്സ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ വയ്യെങ്കിൽ ഞാൻ തന്നെ പൊക്കോളാം എന്നൊക്കെ വളരെ കെയറോടുകൂടി സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരും ഇവരുടെ മകളും ഒട്ടും ശരിയല്ല. പുറമേ വെനിനോട് നല്ല സ്നേഹമുള്ളതുപോലെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അവളെ ഒരു വലിയ കുഴിയിൽ കൊണ്ട് ചാടിക്കാനാണ് അവർ ആഗ്രഹിച്ചിരുന്നതും. പക്ഷെ അതൊന്നും തന്നെ ഇവള് കഴിഞ്ഞ ലൈഫിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവള് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒരു തവണ പോലും ഇവരാരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൾക്കിപ്പോ ആരാണ് ശരി ആരാണ് തെറ്റുകാരെന്നൊക്കെ നല്ലതുപോലെ അറിയാം. അപ്പൊ ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ, അവളുടെ പേര് ലോറ എന്നാണ്, നമ്മുടെ ഫൂച്ചനോട് അതെ അങ്കിൾ വെന്നിന് പഠിക്കാൻ ഒരു താല്പര്യമില്ല, ഇവളെ ഈ നോവൽസ് ഒക്കെ വായിച്ചിരിക്കുന്നത് കൊണ്ട് മാർക്ക് കുറഞ്ഞത് എന്ന് പറയുമ്പോൾ ഫൂച്ചൻ ലോറയോട് ആരാ നിന്റെ അങ്കിള്, ഞാൻ നീയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, മേല എന്നെ ഇങ്ങനെ വിളിക്കരുത് എന്ന് പറയുന്നു. അതായത് യഥാർത്ഥത്തില് ഫൂച്ചൻ നമ്മുടെ വെന്നിന്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സഹോദരനാണ്. ആ ഒരു അങ്കിൾ മരുമകള് റിലേഷൻഷിപ്പ് ആണ് ഇവര് തമ്മിലുള്ളത്. ഇവര് തമ്മിൽ ഒരു 8-9 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ ഫൂച്ചന്റേത് ഒരു വലിയ ബിസിനസ് ഫാമിലിയാണ്. നമ്മുടെ വെന്നിന്റെ അച്ഛന്റെ കമ്പനിയിൽ വലിയൊരു ഷെയർ ഹോൾഡറും ഇവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇയാള് ഇത്ര റെസ്പെക്ട് കൊടുത്ത് ഫൂച്ചനോട് സംസാരിക്കുന്നത്. വെന്നിന്റെ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ഇവളുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ കെയറോടുകൂടി നോക്കുന്നതും ഫൂച്ചൻ തന്നെയാണ്. അപ്പോ വെൻ മുന്നെയൊക്കെ ഫൂച്ചനെ അങ്കിൾ എന്ന് തന്നെയാണ് വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇവള് ഒരിക്കൽ പോലും അവനൊരു വില കൊടുത്തിട്ടേയില്ല. കാരണം നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരെ ഇവൾക്ക് അന്ന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അവനോട് നല്ല വെറുപ്പുണ്ടായിരുന്നു. സോ അവനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോ അങ്ങനെയല്ലല്ലോ കാര്യങ്ങള്, ഇവള് വീണ്ടും പുനർജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവള് അവനെ അങ്കിൾ എന്നൊന്നുമല്ല വിളിക്കുന്നത്, ഫൂച്ചൻ എന്ന പേര് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ അവന്റെ പേര് വിളിച്ച് എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ ഫൂ ഫാമിലിയിലേക്ക് വരികയാണ്, എന്നെ കൂടി കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് പറയുന്നു. ഈ ഫൂ ഫാമിലി എന്ന് പറഞ്ഞാല് നമ്മുടെ ഫൂച്ചന്റെ ഫാമിലിയാണ്. റിസൾട്ട് ഒക്കെ വന്ന ദിവസമാണല്ലോ, സോ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും എന്നാണ് ഫൂച്ചൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവൾക്ക് ആ ഒരു വീട്ടില് അവരോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇവളെ ഇവനോടൊപ്പം പറഞ്ഞു വിടാൻ ഇവര് രണ്ടുപേരും തയ്യാറല്ല. അവന്റെ കൂടെ പോയാൽ ഇവള് സേഫ് ആണ്, പഠിക്കാനും സാധ്യതയുണ്ട്, വഴി തെറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനായിട്ട് ഇവളെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ലോറ എടി നമുക്ക് ഒരുമിച്ച് ഗെയിം ഒക്കെ കളിക്കാം, നീ ഇവിടെ നിൽക്ക് എന്നൊക്കെ പല കാര്യങ്ങളെ പറഞ്ഞ് വെനിനെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്കറിയാലോ ഇവരുടെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്നൊക്കെ. തന്നെ ആ ഒരു ആക്സിഡന്റിൽ കൊല്ലാൻ ശ്രമിച്ചത് ഇവരാണോ എന്ന് ഇവൾക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലൈഫിൽ പറ്റിയ അബദ്ധങ്ങളൊന്നും ഇനി ഞാൻ എന്തായാലും ആവർത്തിക്കാൻ പോകുന്നില്ല, ഇനി നിങ്ങൾ പറയുന്നത് എന്തായാലും ഞാൻ കേൾക്കാനും പോകുന്നില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ഇവള് ഇല്ല എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫൂച്ചനെ വിളിച്ചോണ്ട് ഇവള് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ഫൂച്ചിങ്ങിന്റെ അച്ഛൻ അവന് വേണ്ടി വീട്ടില് പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവര് രണ്ടുപേരും അങ്ങോട്ടേക്ക് എത്തുമ്പോ അച്ഛൻ വെന്നിനോട് മോളെ ഇതിലേതാ നല്ലത്, ഇവന് ചേരുന്നത് ഏതാ നല്ലതെന്ന് നോക്കിയിട്ട് പറയാനായിട്ട് പറയുന്നു. അവള് അത് കേട്ട് ഒന്ന് ഞെട്ടി അയ്യോ മുത്തശ്ശ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോ അച്ഛൻ ഫൂച്ചനോട് തന്നെ നല്ലത് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പൊ ഇവള് അത് പിന്നെ ആവട്ടെ മുത്തശ്ശ, എന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ അങ്കിളാണ് എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു. അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഇവനെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പറഞ്ഞു വിടാനായിട്ട്. കാരണം ഇവൾക്കിപ്പോ ഒരുപാട് ഇവനെ ഇഷ്ടമാണ്. അങ്ങനെ അതിനുശേഷം ഇവൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അവൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഇവള് അവനെ തന്നെ നോക്കിയിരിക്കാണ്, പഠിത്തത്തിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോ അത് കണ്ട് ഫൂച്ചൻ അവളോട് നീ എന്തായി നോക്കുന്നത്, ഇതിന്റെ ക്യാൻസർ എന്റെ മുഖത്താണ് എഴുതി വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് പെട്ടെന്ന് എന്റെ എക്സാം കഴിയുന്നതുവരെ നിങ്ങൾ ബ്ലൈൻഡ് ഡേറ്റിനൊന്നും പോവില്ലെന്ന് എനിക്ക് പ്രോമിസ് തരണം എന്ന് പറയുമ്പോ ആദ്യം ഇവൻ അത് കേട്ട് ഒന്ന് പതറുന്നു. ഫസ്റ്റ് ടൈം ആണല്ലോ ഇവള് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കാരണം ചോദിക്കുമ്പോ ഇവള് പെട്ടെന്ന് അത് കോളേജിലാവുമ്പോ എനിക്കും ഡേറ്റിങ്ങിന് വരാനാണ് എന്ന് പറയുന്നു. അപ്പോ അത് കേട്ട് ഫൂച്ചൻ അവളോട് നീ എന്താ ആരെങ്കിലും പ്രണയിക്കുന്നോ അതോ പ്രണയിക്കാൻ ഉദ്ദേശിക്കുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവള് അങ്ങനെയൊന്നും അല്ല,
അപ്പോ ഞാൻ എന്തായാലും കുറച്ചുകൂടെ വലുതാവുമല്ലോ, ആരെങ്കിലൊക്കെ ഡേറ്റ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോ ഇവനത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവളോട് ഈ പ്രായത്തില് ഇതൊക്കെ സർവ്വസാധാരണമാണ്, പക്ഷെ എല്ലാവർക്കും നല്ലൊരു പ്രണയം കിട്ടണമെന്നില്ല എന്ന് പറയുമ്പോ ഇവള് അയ്യോ ഞാൻ ആരെയും പ്രണയിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ നിങ്ങളും ഒരു ഡേറ്റിങ്ങിനും പോവില്ലെന്ന് എനിക്ക് വാക്ക് തരണം എന്ന് പറയുമ്പോ അവനും ഇവൾക്ക് പ്രോമിസ് ചെയ്യുന്നു. ഇവളുടെ എക്സാം ഒക്കെ കഴിയുന്നത് വരെ ആർക്കും ഡേറ്റ് കൊടുക്കില്ലെന്ന്. ഇവളിങ്ങനെ ഒരു പ്രോമിസ് ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് കാരണം ഇവൾക്ക് ഇപ്പോ ശരിക്കും 17 വയസ്സ് ആണല്ലോ. ഇവള് ഇപ്പോ വീണ്ടും 17 വയസ്സിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈമില് ഇവളുടെ പ്രണയം ഇവനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായും അവന് ഇവളെ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് പറയാം എന്നൊരു തീരുമാനത്തിലാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ വെൻ അവളുടെ ക്ലാസ്സിലാണ് ഉള്ളത്. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവള് നല്ല രീതിയിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ലിൻ അത് കണ്ട് ഇവളോട് നിനക്കെന്താ വട്ട് പിടിച്ചോ എന്ന് ചോദിക്കുമ്പോ അതെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോ ലിൻ ഒന്നും പറയാതെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന മട്ടില് അവള് വേറെ എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൻ ഇത്രയും നാളും ഒരു മോശം സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷെ ഇനി അവൾക്ക് എന്തായാലും നല്ല രീതിയിൽ പഠിച്ച് ഒരു കരിയർ ബിൽഡ് ചെയ്തേ പറ്റൂ. കാരണം ഇവൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ളതാണല്ലോ പലരോടും. അപ്പോഴേക്കും ഇവളുടെ ക്ലാസ് ടീച്ചർ അങ്ങോട്ടേക്ക് വന്ന് ഇവർക്ക് പാരന്റ്സ് മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇവരോട് വീട്ടിലേക്ക് പോവാനായിട്ട് പറയുന്നു. അങ്ങനെ വെന്നും അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുമ്പോ പെട്ടെന്ന് ആരെയോ കണ്ട് വെൻ ഓടി അടുത്തേക്ക് ചെല്ലാൻ പോകുമ്പോ പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് വീഴാൻ പോകുന്നു. എന്നാൽ അവള് വീഴുന്നില്ല, ഫോർച്യൂൺ അവളെ വീഴാതെ പിടിക്കുന്നു. ഇവളുടെ പാരന്റ്സ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇവളുടെ ഗാർഡിയൻ ആയിട്ട് അങ്ങോട്ട് എത്തിയിരിക്കുന്നത് അവൻ തന്നെയാണ്. അപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് തന്നെ ഇവളെ പെട്ടെന്ന് നാണം വന്നിട്ട് ഫോർച്യൂൺ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, നിങ്ങൾ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുന്നു. കൂടെ തന്നെ ലിന്നും. അപ്പോഴേക്കും അലക്സ് ഫോർച്യൂന്റെ അടുത്തേക്ക് വന്ന് എടാ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതങ്ങ് അവളുടെ അടുത്ത് പറഞ്ഞൂടെ, നിങ്ങൾ ബ്ലഡ് റിലേഷൻ ഒന്നും അല്ലല്ലോ, നിന്റെ സഹോദരിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകള്, നീ ഒരിക്കലും അവൾക്ക് യഥാർത്ഥത്തില് അങ്കിളൊന്നും ആവാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഞാൻ അവളെക്കാളും ഒരുപാട് വയസ്സിന് മൂത്തതാണ്, അങ്ങനെ ചിന്തിക്കുന്നത് പോലും ശരിയല്ല, വിട്ടേക്ക്, നീ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട എന്ന് പറയുമ്പോ അലക്സ് എങ്കിൽ പിന്നെ നീ ഇങ്ങനെ നടന്നോ, അവൾ ആരെങ്കിലും പ്രേമിച്ച് പോകുമ്പോ പഠിച്ചോളും എന്ന് പറയുമ്പോ ഇവൻ അത് കൊള്ളുന്നു. സത്യത്തില് ഇവന് അവളെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അവര് തമ്മിൽ കുറച്ച് ഏജ് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഇവന് പറയാൻ മടിയാണ്. മാത്രമല്ല അവള് ഇവനെ ഒരു അങ്കിളായിട്ടാണ് കാണുന്നത് എന്നാണ് ഇവൻ വിചാരിക്കുന്നത്. മുന്നേ ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കഴിഞ്ഞൊരു ലൈഫിലും ഇവന്റെ ആ ഒരു ഇഷ്ടം ഇവളോട് പറയാതിരുന്നതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. അവളെ പൂർണ്ണമായും നഷ്ടപ്പെട്ടതിന് ശേഷമാണല്ലോ ഇവന്റെ പ്രണയം അവളോട് പറയുന്നത്. പക്ഷെ അത് നമ്മുടെ വെന്നിനെ അറിയാം, അതുകൊണ്ട് തന്നെയാണ് അവളായിട്ട് തന്നെ ഇവനോട് ഒരു റിലേഷൻഷിപ്പിനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ അതിനുശേഷം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെൻ ഫോർച്യൂനോട് ഇന്ന് എന്റെ വീട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി, ഞാനിന്ന് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവരുടെ കാറിന്റെ മുന്നിലൂടെ 2 കുട്ടികളെ ശ്രദ്ധിക്കാതെ എടുത്തു ചാടുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലക്സ് ബ്രേക്ക് പിടിക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഇവള് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവനെ കിസ് ചെയ്യുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് രണ്ടുപേരും ഷൈ ആവുന്നു. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അതിനുശേഷം ഫോർച്യൂൺ തന്നെ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടുമ്പോ ഇവൾക്ക് ഗുഡ് ബൈ പറഞ്ഞു പോകാൻ ഒരു താല്പര്യവും ഇല്ല. എങ്കിലും ഇവളായിട്ട് സോൾവ് ചെയ്യേണ്ട കുറച്ച് പ്രശ്നങ്ങൾ അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇവള് അകത്തേക്ക് പോകുന്നു. അവളെ അവിടെ വിട്ടിട്ട് പോവാൻ ഇവനും മനസ്സില്ല, എങ്കിലും പോയല്ലേ പറ്റൂ. അങ്ങനെ അതിനുശേഷം ഇവളുടെ സ്റ്റെപ്പ് മദർ ആണെങ്കിൽ ഇവൾക്ക് വീഡിയോ ഗെയിംസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവളോട് സ്നേഹം കാണിക്കുന്ന പോലെ മോളെ എനിക്കറിയാം നിനക്ക് ഇതൊക്കെയല്ലേ ഇഷ്ടം, നിന്റെ അച്ഛന് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എനിക്കറിയാം നിനക്ക് കമ്പനി കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ ഒരു താല്പര്യമില്ലെന്ന്, നീ വിഷമിക്കണ്ട, അതിനൊക്കെ നിന്റെ സിസ്റ്റർ ഇവിടെ തന്നെ ഇല്ലേ, അവൾ അത് ചെയ്തോളൂ, മോൾക്ക് ഡാൻസ് പഠിക്കാനായിട്ട് അബ്രോഡ് പോവാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോ വെന്നും അവരോട് ശരി അതൊക്കെ അങ്ങനെ തന്നെ ആവട്ടെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ ഗെയിം കളിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോകുന്നു. സത്യത്തില് അവൾക്കറിയാം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അവള് പഠിക്കാതെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം എന്ന ഉദ്ദേശത്തിലാണ് അവരത് ഇവൾക്ക് വാങ്ങിക്കൊടുത്തത്. അപ്പോ ലോറ അങ്ങോട്ടേക്ക് വന്ന് നമ്മളെ കാണിക്കുന്നതൊക്കെ ഫേക്ക് ആണെന്ന് ഇവൾക്ക് മനസ്സിലാവോ അമ്മേ എന്ന് ചോദിക്കുമ്പോ ഇവര് എവിടെന്ന് അവളൊരു മണ്ട ബുദ്ധിയ, ഇവളെയും ഇവളുടെ അച്ഛനെയും പറ്റിച്ച് നമുക്ക് ഇതെല്ലാം കൈക്കലാക്കണം എന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ അതെല്ലാം തന്നെ നമ്മുടെ വെന്നിന് ഇപ്പൊ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഗെയിമിന്റെ സൗണ്ട് കൂട്ടി വെച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാനേ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവള് ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ച് പഠിക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ലിൻ ഇവളെ വിളിക്കുന്നു. അവൾ ഏതോ ബാറിൽ പോയി വെള്ളം അടിച്ച് ബോധം പോയിരിക്കാണ്. സോ അതുകൊണ്ട് തന്നെ വെന്നിനോട് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞാണ് വിളിക്കുന്നത്.
ചോദിക്കുന്നത്. ലിന്നിന്റെ ചേട്ടനോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അത് സീനാണ്, അതുകൊണ്ട് തന്നെ നീ വന്നാ മതി എന്ന് പറഞ്ഞ് ഇവളെ വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ വെന്നും അങ്ങോട്ടേക്ക് എത്തുന്നു. ലിന്നിന്റെ കൂടെ തന്നെ 2 ആൺകുട്ടികളും ഉണ്ട്. അങ്ങനെ വെൻ അങ്ങോട്ടേക്ക് വന്ന് ഇവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ തുടങ്ങുമ്പോ ഈ 2 പേര് നമ്മുടെ വെന്നും അതേപോലെ തന്നെ ലിന്നും നല്ല കാശുള്ള കുടുംബത്തിലേതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ 2 പേരെയും വിട്ടുകളയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 ബോയ്സും ഇവരെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അതേ ക്ലബില് മുകളിലത്തെ നിലയിൽ നിന്ന് അലക്സ് അതെല്ലാം കാണുന്നു. അവൻ വിചാരിക്കുന്നത് ഇവര് 2 പേരും അവിടെ എൻജോയ്മെന്റിനായിട്ട് എത്തിയതാണ് എന്നാണ്. നമ്മുടെ ഈ ലിനിന് ഒരു ചേട്ടനുണ്ടെന്ന് പറഞ്ഞല്ലോ, അവനും ഇവരുടെ കൂടെ തന്നെയാണ് ഉള്ളത്. അലക്സും ആ ഒരു ലിനിന്റെ ചേട്ടനും ഫൂച്ചനും ഒക്കെ തന്നെ മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ അലക്സ് ലിനിന്റെ ചേട്ടനോട് വന്ന് എടാ നിന്റെ അനിയത്തി വെള്ളം അടിച്ച് പൂസായി ഏതോ ചെക്കനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോ അത് കേട്ട് നമ്മുടെ ഫൂച്ചൻ അവനെ കളിയാക്കി ചിരിക്കുന്നു. അപ്പോ അലക്സ് ഫൂച്ചനോട് മോനെ നീ ചിരിക്കണ്ട, വെന്നും താഴെ തന്നെയാ ഉള്ളത് എന്ന് പറയുമ്പോ അവന്റെ ചിരി കറക്കുന്നു. അപ്പൊ ഇവിടെ താഴെ ഇവര് വെന്നിനെയും ലിനിനെയും ഫോഴ്സ് ചെയ്ത് മദ്യം കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ 3 ഗാർഡിയൻസും നല്ല മാസായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നു. നമ്മുടെ ഫൂച്ചനെ അവിടെ കണ്ട് വെൻ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങുമ്പോ അവളുടെ കാല് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ കയറി ഇടിച്ച് നല്ലതുപോലെ വേദനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ലിന്നിന് പിന്നെ ബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ചേട്ടനെ കണ്ടിട്ട് ഏതോ മോഡലാണ്, നല്ല കണ്ടുപരിചയം എന്ന രീതിയിലൊക്കെ പറഞ്ഞാണ് അവള് സംസാരിക്കുന്നത്. അപ്പോ ഫൂച്ചൻ വെനിനോട് ഈ ബാറിൽ നീ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് ഇവൾക്ക് മറുപടി ഒന്നും തന്നെ പറയാൻ കിട്ടുന്നില്ല. അവളൊന്നും പറയാതിരിക്കുമ്പോ ഇവൻ ഈ ബോയ്സുമായിട്ട് നീ ചില്ലാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോഴും ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ലിനിന്റെ ചേട്ടൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അവളെ ഒറ്റി കൊടുക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഇവള് ഒന്നും മിണ്ടുന്നില്ല. ലിനിന്റെ ചേട്ടനും അവളോട് ബാറിലൊക്കെ വരാൻ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവളെ വലിച്ചെടുത്തോണ്ട് പോകുന്നു. അതിനുശേഷം ഫൂച്ചനും ഇവളെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. അവൾക്ക് കാല് വയ്യ എന്ന് മനസ്സിലാക്കി ഇവൻ തന്നെ അവളെ തൂക്കിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവളെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവളുടെ കാലിൽ ഒരു മരുന്നെടുത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതെടുത്ത് പുരട്ടാനായിട്ട് പറയുന്നു. കുറച്ച് ചതഞ്ഞിട്ടുണ്ട് അവളുടെ കാല്. അപ്പൊ ഇവള് വേണമെങ്കിലോ നിങ്ങൾ തന്നെ ചെയ്തോ എന്ന് പറയുമ്പോ അവൻ ഇവളെ ഒന്ന് നോക്കുന്നു. അപ്പൊ ഇവള് വേണ്ടെങ്കി വേണ്ട, എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറയുമ്പോ പിന്നെ അവൻ തന്നെ ഇവൾക്ക് ആ ഒരു മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നു. അപ്പോ ആ ഒരു സമയത്ത് ഇവളുടെ മനസ്സിലൊക്കെ തന്നെ ഇവളെ കോമയിൽ കിടന്നപ്പോ ഇവൻ ഇവളെ വളരെ കെയറോട് കൂടിയാണല്ലോ നോക്കിയത്. സോ ആ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്തോ ഒരു ബാഡ് വൈബായിട്ട് ഇവനോട് ഫൂച്ചൻ ഇനിയും എന്നെയും എന്റെ ഫാമിലിയെയും നിങ്ങൾ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കരുത്, അതിനുവേണ്ടി ബുദ്ധിമുട്ടരുത് എന്ന് പറയുമ്പോ ഇവൻ എന്ത് ബുദ്ധിമുട്ട്, ഞാൻ നിന്റെ അങ്കിളല്ലേ, ഞാൻ തന്നെയല്ലേ നിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അതെന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് ഇവളുടെ മനസ്സിൽ വീണ്ടും ഒരു സ്ഥാനം നേടിയെടുക്കുന്നു. അപ്പൊ ഇവളുടെ വീട്ടില് വെന്നിന്റെ അച്ഛൻ അവൾ ആ ഒരു ബാറിൽ പോയ കാര്യം അറിഞ്ഞിരിക്കുകയാണ്. അറിയിച്ചത് മറ്റാരുമല്ല ലോറ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ അച്ഛൻ ഒന്നും ചോദിക്കാനോ പറയാനോ പോലും നിൽക്കുന്നില്ല, ഇവളെ വന്ന് തല്ലുന്നു. കാരണം ഇവളുടെ പ്രായം ബാറിൽ പോയി എൻജോയ്മെന്റ് നടത്തേണ്ട സമയമല്ലല്ലോ. മാത്രമല്ല ഇവള് പഠിക്കാതെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അച്ഛന് നല്ല ദേഷ്യം വന്ന് വായിൽ വരുന്നതൊക്കെ ഇവളെ വിളിച്ചു പറയുന്നു. അപ്പൊ ലോറ അച്ഛനെ പിടിച്ച് മാറ്റുന്ന രീതിയിൽ വന്നിട്ട് സോറി അച്ഛ, ഇത് എന്റെ മിസ്റ്റേക്ക് ആണ്, ഇവളെ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമായിരുന്നു എന്ന രീതിയിൽ സംസാരിക്കുന്നു. എവിടെന്നോ ഓടി ലോറയുടെ അമ്മയും അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ എന്തിനാ മനുഷ്യ കുഞ്ഞിനെ തല്ലുന്നത്, ബാറിൽ പോകുന്നതൊക്കെ അത്ര വലിയ സംഭവമാണോ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൽ ഇവൾ ഒരിക്കലും നേരായ വഴിക്ക് പോകരുത് എന്നാണ്. എന്നിട്ട് അവര് ലോറയെ തന്നെ വെന്നിനെ റൂമിൽ കൊണ്ട് ആക്കാനൊക്കെ ആയിട്ട് ഏൽപ്പിക്കുന്നു. അപ്പോ വെൻ ഇവളോട് ഞാൻ ബാറിൽ പോയ കാര്യം അച്ഛൻ എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ലോറ എടി അതാ ബാറിലെ വീഡിയോ ആരോ അമ്മയ്ക്ക് അയച്ചു കൊടുത്തതാ, അച്ഛൻ അമ്മയുടെ ഫോൺ ചുമ്മാ എടുത്ത് നോക്കിയപ്പോ കണ്ടതാ, നിനക്ക് ഒരുപാട് വേദനിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളുടെ പിന്നാലെ തന്നെ ഇവളും ഇവളുടെ അമ്മയും കൂടി ആരെയോ പറഞ്ഞു വിട്ട് വീഡിയോ കൈക്കലാക്കിയതാണത്. അതുകൊണ്ട് തന്നെ വെൻ മനസ്സില് എന്റെ കൂടെ നിന്ന് എന്നെ കുഴിയിൽ കൊണ്ട് ചാടിക്കാൻ നോക്കുന്ന നിന്നെയും നിന്റെ അമ്മയും എനിക്ക് എങ്ങനെ തിരിച്ചടിക്കണമെന്ന് നന്നായിട്ട് അറിയാം, നിങ്ങളുടെ വഴിയിലൂടെ തന്നെ വന്ന് ഞാൻ നിങ്ങൾക്ക് പണി തരുന്നുണ്ട് എന്നവള് ഉറപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് അച്ഛൻ തലേന്നടിച്ച പാട് ഇവളുടെ മുഖത്തുള്ളത് കൊണ്ട് തന്നെ ഇതും വെച്ചുകൊണ്ട് ഫൂച്ചനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നാണ് ഇവളുടെ പേടി. അവൻ എന്തായാലും അതിനെ പറ്റിയൊക്കെ അച്ഛനോട് ചെന്ന് ചോദിച്ച് ബഹളം വെക്കും. സോ അതുകൊണ്ട് ഈ ഒരു പാട് എങ്ങനെയെങ്കിലും മാറ്റാനായിട്ട് വല്ല മരുന്നുണ്ടോ എന്ന് ഇവള് സ്റ്റോർ റൂമിൽ പോയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൾക്ക് ആ ഒരു മരുന്നും കിട്ടുന്നു.
അവള് അത് എടുത്തുകൊണ്ട് പോവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ആ ഒരു സ്റ്റോറിന്റെ ഡോറ് ലോക്കായി പോവാണ്. എത്ര ശ്രമിച്ചിട്ടും ഇവളെ കൊണ്ട് അത് തുറക്കാനേ സാധിക്കുന്നില്ല. അങ്ങനെ പിന്നെ വേറെ വഴിയില്ലാണ്ട് ഇവള് ഫൂച്ചനെ തന്നെ ഹെൽപ്പിനായിട്ട് വിളിക്കുന്നു. അപ്പോ അവനും ഇവളുടെ അച്ഛനോടൊപ്പം താഴെ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. അങ്ങനെ വെൻ ഇവനെ വിളിച്ചിട്ട് അവള് സ്റ്റോർ റൂമിൽ കുടുങ്ങി കിടക്കാണ് എന്ന കാര്യം പറയുമ്പോ ഇവൻ പെട്ടെന്ന് തന്നെ വെനിന്റെ അച്ഛനോട് ഞാൻ ബാത്റൂം യൂസ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വരുന്നു. അങ്ങനെ അവനും ആ ഒരു റൂം കണ്ടുപിടിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോ ഇവളുടെ മുഖത്തെ ആ ഒരു പാട് ഇവൻ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ അവളോട് ഇതെന്ത് പറ്റിയതാ എന്ന് ചോദിക്കുമ്പോ അവളും അച്ഛൻ തല്ലിയതാണെന്ന് പറയുന്നു. അപ്പോ അത് കേട്ട് ഇവന് നല്ല ദേഷ്യം വന്ന് ഇന്നിത് ചോദിച്ചിട്ടേ കാര്യമല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ലോറയും മറ്റൊരു പയ്യനും കൂടെ കിസ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. അവിടെ അവര് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ വെനിനോട് നമുക്ക് ഇപ്പൊ പുറത്തേക്ക് പോകണ്ട, ആരെങ്കിലും കണ്ടാല് വേറെന്തെങ്കിലും തെറ്റിദ്ധരിക്കും, അവര് പോയിട്ട് പോവാം എന്ന് പറയുമ്പോ ഇവള് അവന്റെ കാതില് ചെന്ന് പെട്ടെന്ന് അവന്റെ പേര് വിളിക്കുന്നു. ഇവൻ അത് കേട്ട് പെട്ടെന്ന് ഷോക്ക് ആവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡോറ് പെട്ടെന്ന് അടയുന്നു. ആ ഒരു ശബ്ദം ഇവര് കേൾക്കുകയും ചെയ്യുന്നു. സോ അതിനകത്ത് ആരോ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ വന്ന് നോക്കുന്നുണ്ടെങ്കിലും ആരെയും പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇവരുടെ ഡോറിന്റെ പുറകില് ഒളിച്ചു നിൽക്കാണ്. അതുകൊണ്ട് തന്നെ ലോറ അവളുടെ ബോയ് ഫ്രണ്ടിനോട് ഇത് കാറ്റത്ത് വല്ലതും അടഞ്ഞതായിരിക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവര് വീണ്ടും റൊമാൻറ്റിക് ആവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അതും കണ്ടുകൊണ്ട് ഈ ലോറയുടെ അമ്മയും ആ ഒരു പയ്യന്റെ അമ്മയും കൂടി അങ്ങോട്ട് വരുന്നു. അപ്പോ ലോറയുടെ അമ്മ ബഹളം വെക്കുമ്പോ ഈ പയ്യന്റെ അമ്മ അവരുടേതും ഒരു അത്യാവശ്യം വലിയ ബിസിനസ് ഫാമിലി തന്നെയാണ്. നിങ്ങൾ എന്തിനാ ഈ ബഹളം വെക്കുന്നത്? ഇവര് രണ്ടുപേരും വിവാഹം കഴിഞ്ഞവരൊന്നും അല്ലല്ലോ, ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിത് ആലോചിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ ലോറയുടെ അമ്മ അല്ല, നിങ്ങളുടെ പയ്യനുമായിട്ട് വെനിനെ വിവാഹം കഴിപ്പിക്കാനാണ് അവളുടെ അച്ഛന് താല്പര്യം എന്ന് പറയുമ്പോ ഇവര് ആ മണ്ടബുദ്ധി പെണ്ണിനെ ആർക്ക് വേണം? എന്തെങ്കിലും ഒരു കാര്യം അവള് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് എന്തായാലും മരുമകളായിട്ട് ലോറയെ തന്നെ മതി, സമയമാകുമ്പോ ഞാൻ തന്നെ വന്ന് വിവാഹം ആലോചിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവര് മകനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇവർക്ക് രണ്ടുപേർക്കും അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നു. കാരണം വെനിന് വരാനിരുന്ന ഒരു പ്രപ്പോസൽ തന്നെയാണ് മനഃപൂർവ്വം ലോറ തട്ടിയെടുത്ത് അവളുടേതാക്കിയത്. അതെല്ലാം തന്നെ അകത്ത് നിന്ന് ഇവര് രണ്ടുപേരും കേട്ടുകൊണ്ട് നിൽക്കാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോ ഫൂച്ചൻ ഇവളോട് നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഈ മരുന്ന് തേച്ച് ഇതെങ്ങനെയെങ്കിലും ക്ലിയർ ആക്കി എടുക്കാൻ നോക്ക്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നീ ഇപ്പോ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ ഇവള് വിടാതെ അവനെ ഹഗ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഇവന്റെ ഹാർട്ട് ബീറ്റ് ഇവൾക്ക് നല്ലതുപോലെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനോട് എന്തിനാ നിങ്ങൾ ഇത്ര പേടിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോ അവനൊരു നിമിഷം ഒന്ന് സ്റ്റക്ക് ആയിട്ട് നീ എന്ത് നോൺസെൻസ് ആയി പറയുന്നത്, ഞാൻ നിന്റെ അങ്കിളാണ് എന്ന കാര്യം നീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അതിനുശേഷം ഇവൻ നേരെ വെനിനെ ഫാദറിനെ കാണാൻ വന്ന് ഇനി മേലാ നിങ്ങൾ അവളെ തല്ലിന്ന് ഞാൻ അറിഞ്ഞാല് നിങ്ങളെ ഞാൻ എന്നേക്കുമായിട്ട് ബാങ്ക്രപ്റ്റ് ആക്കും എന്ന് പറയുമ്പോ ഇയാളൊന്ന് പേടിച്ച് അത് ഞാൻ അവളെ ബാറിൽ പോയിട്ടാ തല്ലിയത് എന്ന് പറയുന്നു. അപ്പൊ ഇവൻ അതിന് നിങ്ങൾ ഇങ്ങനെയാണോ പാഠം പഠിപ്പിക്കേണ്ടത്, തല്ലിയിട്ടാണോ ഒരാൾക്ക് നല്ല പാഠം പഠിപ്പിക്കേണ്ടതെങ്കിൽ ഞാനും അതിന് തന്നെ ഇറങ്ങിത്തിരിക്കാം എന്ന് പറയുമ്പോ ഇയാള് അതൊന്നും വേണ്ട, ഞാനിനി അവളെ തല്ലില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇവൻ വീട്ടിലേക്ക് വരുമ്പോഴും വെനിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇവന്റെ മനസ്സിൽ ഫുള്ള്. അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. പക്ഷെ അവന്റെ അച്ഛനപ്പോ ഒരു വാർത്ത വായിച്ചിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത്, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം ഈ നാട്ടിലെ നിയമത്തിനൊന്നും ഒരു വിലയില്ലാതായിരിക്കാം, സ്വന്തം അങ്കിളും മരുമകളും എങ്ങനെയാ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ തന്നെ ഇവന്റെ കിളി പോകുന്നു. ഇവൻ നൈസായിട്ട് അത് കേട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ അച്ഛൻ അല്ല നീ ഇപ്പൊ വന്നേ ഉള്ളോ, നീ വെനിനെ കാണാൻ പോയതാണോ, ആ കുട്ടി പഴയതുപോലെ അല്ലല്ലോ, നിന്നോടെന്താ ഭയങ്കര കാര്യം എന്ന് ചോദിക്കുമ്പോ ഇവനൊന്ന് പതറി അത് അങ്ങനെയൊന്നും അല്ല അച്ഛാ, എന്നൊരാൾ ഒരേപോലെ ഇരിക്കോ, മാറാൻ തോന്നിക്കാണും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നമ്മള് മുന്നേ തന്നെ പറഞ്ഞിരുന്നല്ലോ വെൻ നേരത്തെ ഇവനോട് വലിയ താല്പര്യമൊന്നും കാണിക്കാത്തൊരു വ്യക്തി ആയിരുന്നു, അതുകൊണ്ടാണ് അച്ഛൻ ഇപ്പോ അവളുടെ പെരുമാറ്റം കണ്ട് ഇങ്ങനെ ഇവനോട് ചോദിക്കുന്നത്. അങ്ങനെ ഇവൻ റൂമിൽ കയറാനായിട്ട് തുടങ്ങുമ്പോ വെൻ ഇവനെ വിളിച്ചിട്ട് നാളെ എന്റെ സ്കൂളില് എന്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരില്ലേ, നിങ്ങള് വരണോന്നാ എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോ ഇവൻ അത് നാളെയല്ലേ എന്ന് ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവൻ സ്വയം ഫൂച്ചൻ ഇതൊന്നും അത്ര നല്ലതല്ല, അതുകൊണ്ട് നീയായിട്ട് തന്നെ എല്ലാം നിർത്തിക്കോ എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഇവളുടെ ആ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് ഫൂച്ചൻ എത്താത്തത് കൊണ്ട് തന്നെ ഇവള് അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ എന്താണ് വരാത്തത് എന്നാണ് ഇവളുടെ മനസ്സ് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഇവള് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയില് കാല് സ്ലിപ്പായിട്ട് താഴെ വീഴുന്നു. അപ്പൊ പെട്ടെന്ന് ഒരാളെ ഇവൾക്ക് എഴുന്നേൽക്കാനായിട്ട് കൈ കൊടുക്കുന്നു. അത് കാണുമ്പോ ഫൂച്ചൻ വന്നു എന്നാണ് ഇവള് വിചാരിക്കുന്നത്. പക്ഷെ ഇവൾക്ക് കൈ കൊടുത്തത് ഇവളുടെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു, അവന്റെ പേര് യുവാൻ എന്നാണ്. പക്ഷെ അതേ സമയം തന്നെയാണ് ഫൂച്ചനും അങ്ങോട്ടേക്ക് വന്ന് അത് കാണുന്നത്. അവനത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവൻ വന്നതൊന്നും തന്നെ ഇവള് കാണുന്നില്ല. അതിനുശേഷം യുവാൻ തന്നെ അവൾക്ക് വേദനയ്ക്കുള്ള മരുന്നൊക്കെ
അവനിലേക്ക് കൊടുത്തിട്ട് ഇവളോട് അവന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. കാരണം ഇവൻ ഒരുപാട് നാളായിട്ട് ഇവളെ മനസ്സിൽ കൊണ്ട് നടക്കാണ്. സോ അവന്റെ ആ ഒരു ഇഷ്ടം ഇവളോട് തുറന്നു പറയുമ്പോ അത് അങ്ങോട്ടേക്ക് വന്ന ഫൂച്ചനും കേൾക്കുന്നു. ആദ്യം അവനത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും അത് ഇവളുടെ ലൈഫാണല്ലോ, താനൊരു ശല്യം ആവണ്ട അല്ലെങ്കിൽ താൻ അതിൽ ഇടപെടണ്ട എന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു. ഇവള് പറയുന്ന മറുപടി ഒന്നും തന്നെ കേൾക്കാൻ പോലും അവൻ നിൽക്കുന്നില്ല. അപ്പോ വെൻ ഇവനോട് പറയുന്നത് സോറി എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. അപ്പൊ യുവാൻ അത് ആരാണ് എന്ന് ചോദിക്കുമ്പോ ഇവള് അത് ഇപ്പോ സീക്രട്ട് ആണ്, എന്തായാലും ഞാൻ പുള്ളി ഒന്ന് വളച്ചെടുത്തിട്ട് ഈ ലോകത്തോട് തന്നെ വിളിച്ചു പറയും എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഫൂച്ചനാണെങ്കിൽ ബാറിൽ വന്ന് നല്ല രീതിയിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അലക്സും അങ്ങോട്ടേക്ക് വന്ന് എന്താടാ കാര്യം, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവനും അവൾക്ക് വേറൊരാൾ ഇഷ്ടമാണ്, എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ വരെ അവൻ കൈ കൊണ്ട് തവിട് പൊടിയാക്കുന്നു. അപ്പൊ അലക്സ്, എടാ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, ലൈഫിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചാൻസ് കിട്ടിക്കൊണ്ടിരിക്കണമെന്നില്ല, കിട്ടുമ്പോ അത് യൂസ് ചെയ്യാൻ പഠിക്കണം. നിനക്ക് എന്തുകൊണ്ട് അവളോട് തുറന്നു പറഞ്ഞുകൂടാ? അവളുടെ ഫാമിലി ഒരിക്കലും എതിർപ്പ് പറയുന്ന എനിക്ക് തോന്നുന്നില്ല, നിന്നെ രണ്ട് കൈ നീട്ടി എന്തായാലും സ്വീകരിക്കും എന്ന് പറയുമ്പോ ഇവൻ ഇല്ല, അതൊന്നും ശരിയാവില്ല, ഞാൻ അവളെക്കാളും ഒരുപാട് വയസ്സിന് മുതിർന്നതാണ്, എന്റെ ഫാമിലി അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, മാത്രമല്ല അവൾക്ക് ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഇനി അവളുടെ ലൈഫിൽ ഞാൻ ഉണ്ടാവില്ല, ഞാൻ അബ്രോഡ് പോകാൻ തീരുമാനിച്ചു, അടുത്തെങ്ങും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ നാട്ടിൽ നിന്ന് തന്നെ പോകുന്നു. അങ്ങനെ അതിനുശേഷം ഒന്നും അറിയാതെ ഇവള് വീട്ടിലേക്ക് വന്നിട്ട് ഇവനെ വിളിച്ച് എങ്കിലും നിങ്ങൾ എന്റെ ഡാൻസ് കാണാൻ ഇന്ന് വന്നില്ലല്ലോ, എന്ത് ചതിയാ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അവൻ വെൻ ഞാൻ എന്റെ ബിസിനസ് കാര്യങ്ങളുമായിട്ട് പുറത്തേക്ക് വന്നേക്കാണ്, കുറച്ചു നാളത്തേക്ക് ഞാൻ എന്തായാലും ബിസി ആയിരിക്കും, നീ നിന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നോക്കിക്കോണം, എപ്പോഴും ഞാൻ ഇനി നിന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ഇവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, നല്ല ദേഷ്യം വരികയാണ്. പക്ഷെ ഇവളുടെ എക്സാം ഉടനെ വരികയാണ്, ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് അതിനുശേഷം അവന്റെ അടുത്തേക്ക് പോകാം എന്ന് ഇവള് തീരുമാനിക്കുന്നു. അങ്ങനെ പഠിക്കാനായിട്ട് ഇവള് ഗെയിമിന്റെ സൗണ്ട് കൂട്ടി വെച്ചിട്ട് പുറത്ത് ഇവള് പഠിക്കുകയല്ല ഗെയിം കളിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവള് അകത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുന്നു. അതിനിടയ്ക്ക് പല ദിവസങ്ങളിലും ഇവളുടെ സ്റ്റെപ്പ് മദർ വന്ന് ഇടയ്ക്ക് ഇവളെ ചെക്ക് ചെയ്യുമ്പോൾ അവള് നല്ല രീതിയിൽ ഉറങ്ങാണ്. കുത്തിയിരുന്ന് പഠിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചാണ് അവര് പോകുന്നത്. പക്ഷെ നമ്മുടെ വെൻ അവള് ടോർച്ച് അടിച്ച് പുതപ്പിനടിയിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവര് ഇവളുടെ അച്ഛനോടും വന്ന് നിങ്ങൾ ഇനി അവളെ ഒന്നും പറയാനൊന്നും പോകണ്ട, അവളെ ഗെയിം കളിച്ച് ക്ഷീണിച്ചുറങ്ങ, ഇനിയിപ്പോ പോട്ടെ എന്ന് പറയുമ്പോ അച്ഛൻ അവളെ എന്ത് ഉദ്ദേശിച്ചായി നടക്കുന്നത്, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഈ പെണ്ണിനെ എങ്ങനെയാണ് എന്റെ കമ്പനി കൈമാറുന്നത്, അവളുടെ മുത്തശ്ശന്റെ കമ്പനി കൈമാറുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവര് ഉടനെ തന്നെ ലോറയുടെ കാര്യം എടുത്തിടുന്നു. അവളുണ്ടല്ലോ അവള് നോക്കിക്കോളും എന്ന് പറയുമ്പോ അച്ഛനും ആ നോക്കാം, ഇവളുടെ റിസൾട്ട് വരട്ടെ, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്ക് ഇല്ല എങ്കിൽ തീർച്ചയായും ഞാൻ തന്നെ ഇവളെ അബ്രോഡ് പറഞ്ഞയച്ച് ലോറയെ കമ്പനി കാര്യങ്ങൾ ഏൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. സത്യത്തില് ഇയാൾക്ക് പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ വെന്നിനെ ഏൽപ്പിക്കാനാണ് താല്പര്യം, ലോറയെ ഏൽപ്പിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. പക്ഷെ ഇവർക്ക് അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് വെന്നിന്റെ എക്സാം ഒക്കെ വളരെ നല്ല രീതിയിൽ അവള് അറ്റൻഡ് ചെയ്ത് ഇറങ്ങി വരികയാണ്. ഇവൾക്ക് എത്രയും പെട്ടെന്ന് ഫൂച്ചനെ കാണാനായിട്ട് പോകണം. പക്ഷെ അതേ സമയം തന്നെ ഇവളെ യുവാൻ കാണാൻ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവ പഠിക്കാൻ കുറച്ച് മോശം ആയതുകൊണ്ട് തന്നെ ഇവന്റെ വീട്ടുകാര് അബ്രോഡ് പ്രത്യേക ബിസിനസ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറഞ്ഞേക്കാണ്. സോ യാത്ര പറയാനായിട്ടാണ് ഇവളെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവൻ എയർപോർട്ടിലാണ് പോകുന്നത് എന്നറിയുമ്പോ വെന്നും അവനോടൊപ്പം വരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പൊ ഒരു മാസത്തിന് ശേഷം ഫൂച്ചനുള്ള അതേ സ്ഥലത്തേക്ക് ഇവളും എത്തിയിരിക്കുകയാണ്. അവള് അവനെ കണ്ട് ഓടി ഫൂച്ചൻ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ ഇവളെ കണ്ട് വളരെയധികം ഷോക്ക് ആവുന്നുണ്ട്, അതേപോലെ തന്നെ അവന് സന്തോഷവും ആവുന്നുണ്ട്. അതിനുശേഷം അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വെനിനെയും കൂട്ടിക്കൊണ്ട് വരുന്നു. അവള് ഒരു സാധനം പോലും എടുക്കാതെ ആണല്ലോ വന്നേക്കുന്നത്. അത് കണ്ട് ഇവൻ ഇവളോട് ഇതെന്താ ഈ ബാഗ് മാത്രം, വേറെ ലഗേജ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല, ഞാൻ എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ വാഷ്റൂമിൽ നിന്ന് ഒരു പെണ്ണിറങ്ങി വരുന്നു. അത് വെന്നിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവള് വിചാരിക്കുന്നത് ഈ പെണ്ണിനോടൊപ്പം ഇവിടെ താമസിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവൻ നാട്ടിലേക്ക് വരാത്തത്, ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തില് എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കുറച്ച് ടയർഡാണ്, എന്റെ റൂം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ ഇവനും അവന്റെ റൂമിൽ അവളോട് കിടന്നോളാൻ പറഞ്ഞിട്ട് കൊണ്ടാക്കുന്നു. അപ്പൊ അവളെ ദേഷ്യത്തില് അപ്പൊ നിങ്ങൾ എവിടെയാ കിടക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ഞാൻ താഴെ പോയി കിടന്നോളാം എന്ന് പറയുന്നു. അപ്പോ ഇവള് അല്ല, നിങ്ങളെ ആ പെണ്ണിനോടൊപ്പം അല്ലേ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ഓ നീ എങ്ങോട്ടായി ചിന്തിച്ചു കയറി പോകുന്നത്, അത് അലക്സിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ്, പക്ഷെ ഞങ്ങളെല്ലാം നല്ല ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് അവളുടെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്, ഞാൻ വല്ലപ്പോഴല്ലേ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോ ഇവളെ പെട്ടെന്ന് അവനെ വിടാതെ തടഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വന്ന് നിങ്ങൾ എന്റെ ബ്ലഡ് റിലേഷനുള്ള അങ്കിളൊന്നും അല്ല,
അങ്ങനെ ആക്കാനും എനിക്ക് താല്പര്യമല്ല. നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അവനെ കിസ് ചെയ്തു. ഇപ്പൊ ഇവളെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി കോളേജിലോട്ടാണല്ലോ പഠിക്കാൻ പോകുന്നത്. സോ അത് വെച്ചിട്ടാണ് പ്രൊപ്പോസ് ചെയ്യുന്നത്. വീണ്ടും ഇവളെ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ കിസ് ചെയ്യാൻ പോകുമ്പോ അവൻ തടഞ്ഞിട്ട് നീ എന്തൊക്കെയാ ചെയ്യുന്നത്, നിനക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാണ്. അവന്റെ മുഖത്ത് നോക്കി തന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഫോർച്യൂൺ അവളോട് ഇനി നീ എന്നോട് ഇതുപോലെ സംസാരിച്ചാല നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോ ഞാനിത് ഒരുപാട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. നിങ്ങൾ ഈ വർഷം സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത വർഷവും എന്തായാലും ശ്രമിക്കും. ആ വർഷവും സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത വർഷവും വീണ്ടും ശ്രമിക്കും. എത്ര നാള് വേണമെങ്കിലും ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ നിന്റെ അങ്കിളാണ്, അത് നീ മറക്കരുത്, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇവള് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നല്ല നെർവസ് ആയിട്ടാണ് അതൊക്കെ സംസാരിച്ചത്. പക്ഷെ അവൾക്ക് പറഞ്ഞല്ലേ പറ്റൂ. അതിനുശേഷം അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷെ അവനത് സ്വീകരിക്കാനാവുന്നില്ല. അവള് വേറെന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കാം അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായിരിക്കാം. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരാളല്ല എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഇവള് അവന് വേണ്ടിയിട്ട് ഒരുപാട് ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് സെർവ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. അപ്പൊ ഈ ഒരു പെണ്ണ് അവളുടെ അടുത്തേക്ക് വന്ന് എന്ത് നല്ല മണ, ഇതൊക്കെ അങ്കിളിന് വേണ്ടി നീ തന്നെ ഉണ്ടാക്കിയതാണോ? അവൻ എന്തായാലും നല്ല ലക്കുണ്ട് എന്ന് പറയുമ്പോ ഇവള് അതെന്റെ അങ്കിളൊന്നും അല്ല, എനിക്ക് പുള്ളിയെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോ ഇവളൊന്ന് ഞെട്ടി. ഞാൻ ആദ്യമായിട്ട് ആ ഒരു പെണ്ണ് അവന്റെ പിറകെ നടക്കുന്നത് കാണുന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് എന്ന് പറയുമ്പോ തന്നെ ഫോർച്യൂൺ അങ്ങോട്ടേക്ക് വന്ന് വെന്നിനോട് നാളെ തന്നെ നാട്ടിൽ പോകാൻ റെഡി ആയിക്കോ, രാവിലെയാണ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോ വെൻ എന്നെ സ്വീകരിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു സംസാരത്തിന്റെ ഇടയ്ക്ക് ഇവളൊരു കട്ടുറുമ്പ് ആവണ്ട എന്ന് വിചാരിച്ച് ഞാൻ റൂമിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മാറിക്കൊടുക്കുന്നു. അതിനുശേഷം അവനെ എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചിരുത്തി അവളുണ്ടാക്കിയ ഫുഡെല്ലാം തന്നെ സെർവ് ചെയ്ത് കഴിക്കാനായിട്ട് കൊടുക്കുന്നു. അവനും മടിച്ച് ആണെങ്കിൽ തന്നെ അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാന്ന് അവളോട് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടെ ഇരുന്ന് മയങ്ങി പോവുകയാണ്. ഫോർച്യൂൺ തൊട്ട് നോക്കുമ്പോൾ ഇവൾക്ക് നല്ല പനിയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാനായിട്ട് അവൻ പറയുന്നു. സത്യത്തില് ഇവള് നല്ല പനിച്ചു പൊഴിഞ്ഞു നിന്നാണ് ഇവന് വേണ്ടി ആ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അവളിപ്പോ ഇത്ര ടയേർഡ് ആയതും. അങ്ങനെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് അവൾക്ക് കഴിക്കാനുള്ള മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് റെസ്റ്റ് എടുത്താലും മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം ഇവളുടെ അടുത്തിരുന്ന് നമുക്ക് ഒരിക്കലും ഒന്നിക്കാനാവില്ല. ഒരു പക്ഷെ നമ്മൾ തമ്മിൽ ഒരുപാട് ഏജ് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും എന്ത് വന്നാലും ഞാൻ നിന്നെ സ്വന്തമാക്കിയാനേ. പക്ഷെ ഇപ്പോ എനിക്ക് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമേ സാധിക്കൂ എന്ന് പറയുന്നു. പക്ഷെ അവൾ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അതിനുശേഷം ഇവള് പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഫോർച്യൂൺ അവിടെ ഇരുന്ന് ഇവൾക്ക് കാവലിരുന്ന് ഉറങ്ങിപ്പോയിരിക്കുന്നതാണ്. അങ്ങനെ അവനെ വിളിച്ചുണർത്തുമ്പോൾ അവനും ഇവൾക്ക് കഴിക്കാനായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ ഇവൾ അത് കഴിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ നിന്റെ ഫ്ലൈറ്റ് ഞാൻ നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല, നിങ്ങളും കൂടി വരികയാണെങ്കിൽ ഞാൻ പോവാം, അല്ലാത്ത പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറയുന്നു. അപ്പൊ ഫോർച്യൂണും ഞാനും നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വെന്നും സമ്മതിച്ച് വളരെ സന്തോഷത്തില് ഇവര് രണ്ടുപേരും ഒരുമിച്ച് തിരികെ നാട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ ഇവളുടെ അച്ഛൻ നല്ല കലിപ്പിലാണ്. കാരണം എക്സാം കഴിഞ്ഞ അന്ന് മുങ്ങിയതാണല്ലോ, ഒരു വാക്ക് പോലും പറയാതെ. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുമ്പോ അയാൾ നല്ലതുപോലെ തന്നെ ദേഷ്യപ്പെടുന്നു. പക്ഷെ വെൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോവാൻ തുടങ്ങുമ്പോ ലോറ വന്നിട്ട് അല്ല നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു, ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്തതാണ് പക്ഷെ കിട്ടിയില്ല എന്ന് പറയുമ്പോ ഈ തള്ളയ്ക്ക് മോക്കും ഒരു ആനന്ദം കൊടുക്കാനായിട്ട് വെൻ അവളോട് നീ ഇതാരോടും പറയണ്ട, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഒരു ട്രിപ്പിന് പോയതാ, അവന്റെ ഫാമിലി അത്ര റിച്ച് ഒന്നും അല്ല, ഇവിടെ പറഞ്ഞാല് അത് സീനാണ് എന്ന് പറയുമ്പോ ഇവള് മനസ്സിൽ സന്തോഷിച്ച് ഇല്ല ഞാനിത് ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കമ്പനിയിലെ ഇന്റേൺഷിപ്പിന് പോവാണ് എന്ന കാര്യം പറയുന്നു. അപ്പോ അത് കേൾക്കുന്ന സമയത്ത് വെൻ ഒരു കാര്യം ഓർക്കുന്നു. ഇവൾക്ക് ഇവളുടെ കമ്പനി നോക്കി നടത്താനായിട്ട് നേരത്തെ ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് ഇവരോട് മുന്നേ തന്നെ പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും എന്തിനാണ് തന്നെ കൊന്നത് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അപ്പോഴാണ് ഇവൾക്ക് പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. അതായത് ഇവളുടെ അമ്മയുടെ അച്ഛന് ഒരു വലിയ കമ്പനി ഉണ്ട്, ഇവരുടെ കമ്പനി പോലെ തന്നെ വലുതാണ്. ഇവളുടെ ആ ഒരു കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അവളുടെ അമ്മയുടെ അച്ഛൻ തന്നെയാണ്, ഇവളുടെ മുത്തശ്ശനായിട്ടുള്ളത്. അപ്പോ അദ്ദേഹം പെട്ടെന്ന് എന്തോ ഒരു അസുഖം ബാധിച്ച് മരണപ്പെട്ടതാണ്. സോ ആ ഒരു മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമ്മുടെ വെന്നിന്റെ പേർക്കായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ലീഗലി ആ ഒരു സ്വത്തിന് അവകാശം നേടണമെങ്കിൽ വെൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ഇവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കി ഇവളെ കൊന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇവൾക്ക് ഇപ്പോ ഏതാണ്ട് നല്ല രീതിയിൽ കൺഫേം ആകുന്നു. പക്ഷെ ഇവൾക്ക് തെളിവുകളാണല്ലോ വേണ്ടത്, അതെന്തായാലും ഞാൻ ഉടനെ തന്നെ കണ്ടെത്തുമെന്ന് വെൻ തീരുമാനിക്കുന്നു.
അതിനുശേഷം ഇവളെ മുന്നേ ഫൂഷനോട് ഓരോ ഡേറ്റിനും നിങ്ങൾ പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രോമിസ് വാങ്ങിയിരുന്നല്ലോ. പക്ഷെ അവൻ ഇപ്പോ ഒരു ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് പോയി എന്ന രീതിയിൽ ന്യൂസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന സമയത്ത് ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നു. അതുകൊണ്ട് തന്നെ ഇവളും വിട്ടുകൊടുക്കുന്നില്ല. ഇവളും ഇപ്പോ ഒരു ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് വന്നേക്കാണ്. അതും മറ്റാരുമായിട്ടും അല്ല, ഫൂച്ചന്റെ ഒരു ഫ്രണ്ടുമായിട്ട്. ഇവളുടെ അച്ഛൻ തന്നെയാണ് ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിനെ ഇവളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. ആദ്യം ഇവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഫൂച്ചന്റെ ഫ്രണ്ടാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവളും അതൊന്ന് പരീക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇവർക്ക് തമ്മിൽ നേരത്തെ തന്നെ അറിയാം. ഇവന്റെ പേര് ഗു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവനെ വന്ന് കണ്ട് തന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഫൂച്ചനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ പുള്ളി വയസ്സിന്റെ കാര്യം പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യാം. ഇപ്പോ ഞാനും നിങ്ങളും ഡേറ്റിംഗിലാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഫൂച്ചന് തീർച്ചയായും വയസ്സൊന്നും ഒരു റിലേഷൻഷിപ്പിൽ വലിയ പ്രാധാന്യമില്ലെന്ന് മനസ്സിലാക്കും എന്ന് പറയുമ്പോ ഗുവും ഓക്കെ പറയുന്നു. ഇവരുടെ കമ്പനി നടത്തുന്ന ഒരു ഫംഗ്ഷനിലോട്ട് അതിനൊക്കെ ആയിട്ട് ഇവളെയും അവന്റെ മുന്നിൽ കൂട്ടിക്കൊണ്ട് പോകാമെന്നും പറയുന്നു. അതിനുശേഷം ആ ഒരു ഫംഗ്ഷനിലേക്ക് ഗു വെനിനെയും കൂട്ടിക്കൊണ്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവരെ രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നേക്കുന്നത് കണ്ട് ഇവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ലോറയും അവിടെ തന്നെ ഉണ്ട്. കാരണം ഗു ഒരു വലിയ ഫാമിലിയിലെ പയ്യനാണ്. ഇവളെ നോട്ടോട്ട് വെച്ചേക്കുന്ന പയ്യനേക്കാൾ വലുത്. അതുകൊണ്ട് തന്നെ വെൻ അവനെ കല്യാണം കഴിച്ചാൽ അവള് നല്ലൊരു ലൈഫിലോട്ടായിരിക്കുമല്ലോ നാളെ പോവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലോറ വെനിനെ മാറ്റി നിർത്തി, നിനക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉള്ളതല്ലേ, ഇയാളെ നീയായിട്ട് ഒരുപാട് ഏജ് വ്യത്യാസമില്ലേ എന്ന് ചോദിക്കുമ്പോ വെൻ അതിനെന്താ കുഴപ്പം, എനിക്ക് ഈ പുള്ളിക്കാരനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, മറ്റവനൊരു പാവപ്പെട്ടവനല്ലേ, എനിക്ക് അവനെ വേണ്ട എന്ന് പറയുമ്പോ ഇവള് മാക്സിമം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ വെൻ അവള് പറയുന്നത് കേൾക്കുന്നില്ല. സോ ലോറയ്ക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. താല്പര്യം ഇല്ലാത്തതുപോലെ നിൽക്കാൻ പറ്റില്ലല്ലോ, അസൂയ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കടിച്ചു പിടിച്ച് എന്തെങ്കിലും ആവട്ടെ എന്ന രീതിയിൽ നിൽക്കുന്നു. പക്ഷെ ഫൂച്ചൻ അപ്പോഴും ആ ഒരു ഫംഗ്ഷനിലോട്ട് എത്തിയിട്ടില്ല. ഇവര് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ അവനും അങ്ങോട്ടേക്ക് വരുന്നു. അവൻ വരുമ്പോ തന്നെ കാണുന്ന കാഴ്ച വെൻ ഒരു പയ്യനോടൊപ്പം നിൽക്കുന്നതാണ്. അടുത്ത് ചെന്ന് നോക്കുമ്പോ അത് മറ്റാരുമല്ല, ഇവന്റെ ഫ്രണ്ട് തന്നെയാണ്. ഇവന് തീരെ അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് അവന്റെ കൂടെ വരാനായിട്ട് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ഇവള് ഞാൻ വരില്ല, ഇതെന്റെ ഫിയാൻസിയാണ്, ഇദ്ദേഹത്തെ കളഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ വരുന്നത് എന്ന് പറയുമ്പോ ഗുവും അതെ ഇതെന്റെ ഫിയാൻസിയാണ്, ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിടാങ്കൾ, ഇന്ന നൈറ്റ് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവനെ എരികേറ്റിട്ട് പോകുന്നു. പക്ഷെ ഇവൾക്കറിയാം ഇവൻ പിറകിന്ന് വിളിക്കൂന്ന്. കറക്റ്റ് അവൻ വിളിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവളും എന്ത് പറ്റി അങ്കിൾ എന്നാണ് ചോദിക്കുന്നത്. അതും കൂടി കേൾക്കുമ്പോ ഇവന് നല്ല ദേഷ്യം വരികയാണ്. കാരണം നേരത്തെ ഇവള് ആവശ്യം ഇല്ലാതെയും ഉള്ളപ്പോഴും ഒക്കെ തന്നെ ഫൂച്ചൻ എന്നാണല്ലോ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവനും ഒന്നുമില്ല, ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവൾ അതൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നത്. വലിച്ചെടുത്തായാലും ഇവളെ അവിടെ നിന്ന് അവൻ കൂട്ടിക്കൊണ്ട് പോകും എന്നാണ്. പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. അതിനുശേഷം ഇവളെ ആ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ഫൂച്ചൻ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഇവളെ കണ്ടിട്ടും കാണാത്ത പോലെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോ ഇവൻ അവളെ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് വെറും 18 വയസ്സ് മാത്രമാണ് പ്രായം, ഇപ്പോഴേ നീ ഡേറ്റിന് പോകാറായോ എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ പോയാൽ എന്താ, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാല് ഞാൻ ആരോടൊപ്പം ബ്ലൈൻഡ് ഡേറ്റിന് പോവില്ല എന്ന് പറയുമ്പോ ഇവൻ പെട്ടെന്ന് അവൾക്കൊരു പ്രതീക്ഷ കൊടുക്കാതിരിക്കാനായിട്ട് ഗു വളരെ നല്ല പയ്യനാണ്, അവൻ നിന്നെ നല്ലതുപോലെ നോക്കിക്കോളും, എനിക്ക് വേറൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവള് വീണ്ടും ശശിയാവുകയാണ്. അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇഷ്ടം പറയിപ്പിക്കാനായിട്ടാണ് ഇവള് ശ്രമിക്കുന്നത്. പക്ഷെ ഒന്നും തന്നെ നടപടിയാവുന്നില്ല. അതിനുശേഷം ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ മത്സരിച്ച് കുടിച്ചോണ്ടിരിക്കുകയാണ്. ഫൂച്ചന് ഗുവിനെ കൊല്ലാനുള്ള കലിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ജയിക്കാൻ വിടുന്നില്ല. അപ്പൊ ഇവരിങ്ങനെ മദ്യപിക്കുന്നത് കണ്ട് അലക്സ് അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, നിനക്കൊക്കെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോ ഗു അവനോട് വേറെ എന്ത്, ഞാനിവന്റെ മരുമകളുമായിട്ട് ഒന്ന് ഡേറ്റിന് പോയി, അതാ ഇപ്പൊ പ്രശ്നം, നല്ല കിളി പോലൊരു പെങ്കൊച്ചിനെ എനിക്ക് കിട്ടിയത് ഇവനെ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ച് വെനിനെ കുറിച്ച് നല്ല വൾഗറായിട്ട് തന്നെ സംസാരിക്കുമ്പോ അത് കേട്ട് ഫൂച്ചന് നല്ല ദേഷ്യം വന്ന് ഇവനെ നല്ലത് പൊട്ടിക്കുന്നു. നല്ലൊരു ഫൈറ്റ് തന്നെ അവര് തമ്മിൽ നടക്കാണ്. അവസാനം എങ്ങനെയൊക്കെയോ അലക്സ് രണ്ടിടത്തിനെയും പിടിച്ചു മാറ്റിയിട്ട് നമ്മുടെ വെനിനെ വിളിച്ച് നിനക്ക് വേണ്ടപ്പെട്ട രണ്ടുപേരെ ഇവിടെ ബോധമില്ലാണ്ട് കിടപ്പുണ്ട്, ആരാണെന്ന് വെച്ചാൽ വന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറയുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും വെന്നും അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോ ഗു അവൾക്ക് കൈ കൊടുത്തിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ കൊണ്ടാക്കുവേൻ എന്ന് പറയുമ്പോൾ അവളും അവന് കൈ കൊടുക്കുന്നു. പക്ഷെ അത് കാണുമ്പോൾ ഇവന് നല്ല സങ്കടാവുകയാണ്. ഇവള് അവന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്നത് എന്ന് വിചാരിച്ച് ഇവൻ നല്ല ഫീൽ ആവുന്നു. പക്ഷെ വെൻ അവന്റെ കൈ തട്ടി മറിച്ചിട്ട് വേണമെങ്കിൽ തന്നെ എഴുന്നേറ്റ് പോടാ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഫൂച്ചന്റെ അടുത്തേക്ക് പോയി വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നു. അത് കാണുമ്പോഴാണ് അവന് സമാധാനമാവുന്നത്. പക്ഷെ അവന് ഒന്നും പറയാൻ പറ്റുന്നില്ല, ഫുള്ള് കരയാണ് അവളുടെ തോളിൽ കിടന്നിട്ട്. അത് കാണുമ്പോ ഗു അലക്സിനോട് എന്റെ സഹായം എങ്ങനെയുണ്ടടാളിയ, ഇവരുടെ കല്യാണം നമുക്ക് ഉടനെ തന്നെ കാണാം, അതിന്റെ മെയിൻ റീസൺ ഞാൻ തന്നെയായിരിക്കും, ഫുൾ ക്രെഡിറ്റും എനിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു.
അതിനുശേഷം വെൻ തന്നെ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വായ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവൻ ബോധം കെട്ട് ഇരിക്കുകയാണെങ്കിലും ലുക്കിന് ഒരു കുറവില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കവിളത്ത് ഒരു കിസ് കൊടുക്കുന്നു. എന്നിട്ട് ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് ഇവളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പെട്ടെന്ന് അങ്ങനെ ഇവള് ചെയ്തെങ്കിലും അവള് നല്ല ഷൈ ആവുന്നുണ്ട്. ഇവനും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നല്ല ഷോക്ക് ആവുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഇവളുടെ മുത്തച്ഛനെ കാണാനായിട്ട് വരുന്നു. അതായത് ഇവളുടെ സ്വന്തം അമ്മയുടെ അച്ഛൻ. ഇവള് വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നത്. കാരണം ഇവളുടെ കഴിഞ്ഞ ലൈഫില് ഇവള് ഇദ്ദേഹത്തെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പക്ഷെ എന്നിട്ടും ഇദ്ദേഹം തന്റെ മരണശേഷം മുഴുവൻ സ്വത്തുക്കളും ഇവളുടെ പേർക്കാണ് എഴുതി വെച്ചത്. മാത്രമല്ല അന്ന് ഇദ്ദേഹം പെട്ടെന്ന് എന്തോ അസുഖം ബാധിച്ച് മരിച്ചതാണ്. ഇപ്പൊ ഇവൾക്ക് വീണ്ടും കാണാൻ പറ്റിയത് കൊണ്ട് തന്നെ ഇവള് വളരെയധികം സങ്കടപ്പെട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. നേരത്തെ അവൾക്ക് നല്ലതുപോലെ ഇദ്ദേഹത്തെ നോക്കാനോ കെയർ ചെയ്യാനോ സാധിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മരണം സംഭവിക്കാതിരിക്കാനായിട്ട് അദ്ദേഹത്തെ ഇവള് ചെക്കപ്പിനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഡോക്ടറും അദ്ദേഹത്തെ ചെക്ക് ചെയ്തിട്ട് ബോഡിയിലെ ചില വേരിയേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ അതൊക്കെ ശരിയായിക്കോളും എന്ന് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ലോറ ഇവളെ വിളിച്ചിട്ട് നിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവളും വീട്ടിലേക്ക് വരുമ്പോ ഇവരൊക്കെ ഓൾറെഡി തന്നെ ഇവളുടെ റിസൾട്ട് നോക്കി അച്ഛൻ നല്ല കലിപ്പിലാണ് ഇരിക്കുന്നത്. കാരണം ഇവൾക്ക് എല്ലാത്തിലും 0 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇവള് അങ്ങോട്ടേക്ക് വരുമ്പോ അച്ഛൻ ദേഷ്യപ്പെട്ട് നിന്റെ തലയിൽ എന്താടി കളിമണ്ണാണോ, എല്ലാവരുടെ മുന്നിലും ഞാൻ ഇനിയും നീ കാരണം തല താഴ്ത്തി നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഇവളെ വഴക്ക് പറയുന്നു. അപ്പൊ ഇവളും അവളുടെ മാർക്ക് കണ്ട് നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആവുന്നു. കാരണം ഇവള് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തതാണല്ലോ എക്സാം. എന്താ സംഭവിച്ചെന്ന് ഇവൾക്ക് അറിയില്ല. പക്ഷെ ആ ഒരു കാര്യം ഇവൾ അച്ഛനോട് പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ ഇവളെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഈ സ്റ്റെപ്പ് മദർ വെന്നിന്റെ ഫാദറിനോട് മാർക്ക് ഇല്ലെങ്കിൽ എന്താ നമുക്ക് പൈസ കൊടുത്ത് ഇവൾക്ക് എവിടെയെങ്കിലും കോളേജിൽ അഡ്മിഷൻ വാങ്ങി കൊടുക്കാം എന്ന് പറയുമ്പോൾ അയാള് അതിന് ഇവൾ ഇനി പഠിക്കാൻ പോകുന്നില്ല, എന്തിനാ ഇവൾ പഠിക്കുന്നത്, എന്തായാലും ഇനി എന്റെ കമ്പനി കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ സിസ്റ്ററിനെ ഏൽപ്പിക്കാൻ പോവാ, അവള് നോക്കട്ടെ, നീ ഇവിടെ തിന്നും കുടിച്ചും ഉറങ്ങിയൊക്കെ നടന്നോ എന്ന് പറയുമ്പോൾ ഇവൾക്ക് നല്ല ദേഷ്യം വന്ന് അല്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ കമ്പനി ഒന്നും വേണ്ട എന്ന് പറയുന്നു. ഇവൾ അങ്ങനെ പറയുമ്പോൾ അച്ഛന് നല്ല ദേഷ്യം വന്ന് എങ്കിൽ പിന്നെ നീ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പൊക്കോളാനായിട്ട് പറയുന്നു. വെന്നും വിട്ടു കൊടുക്കുന്നില്ല, അവിടെ നിന്ന് ഉടനെ തന്നെ ഇറങ്ങി പോകുന്നു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അത് കണ്ട് നല്ല സന്തോഷാവുന്നു. അച്ഛൻ അവരോട് അവൾക്ക് ഒരു പൈസ പോലും നിങ്ങൾ രണ്ടുപേരും കൊടുത്തു പോകരുത്, എവിടെങ്കിലും പോയി തെണ്ടി ജീവിക്കട്ടെ എന്ന് പറയുന്നു. ഇവരെന്തായാലും അല്ലേലും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ ഫൂച്ചൻ അവന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വെൻ അവന്റെ വീട്ടിന്റെ പുറത്തിരുന്ന് കരയുന്നതാണ് കാണുന്നത്. ഇവൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇവന് മനസ്സിലാവുന്നുണ്ട് റിസൾട്ട് വന്നതാണ് സീനായതെന്ന്. അതുകൊണ്ട് തന്നെ ഇവൻ അവളെ ആശ്വസിപ്പിക്കുമ്പോൾ ഇവള് എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് അവനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അവളോട് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ വെൻ ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവനും എങ്കിൽ പിന്നെ നീ ഇവിടെ തന്നെ താമസിച്ചോ, ഇത് നിന്റെയും കൂടെ വീടാണ്, ഞാൻ നിന്റെ അങ്കിൾ അല്ലേ എന്ന് പറയുമ്പോൾ ഇവളുടെ ഫേസ് മാറി നിങ്ങൾ എന്റെ അങ്കിൾ ഒന്നും അല്ല, എനിക്ക് നിങ്ങളുടെ വൈഫ് ആയാ മതി എന്ന് പറയുമ്പോൾ ഇവൻ അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയിട്ട് വന്നിട്ട് അവളെ കഴിച്ച ഫുഡ് ലിപ്പിന്റെ സൈഡിലായിരിക്കാണ്. അത് തുടച്ചു മാറ്റിയിട്ട് നീ ഫുഡ് കഴിക്ക്, വിശപ്പ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. വേറെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. അതിനുശേഷം ഇവൻ നേരെ ഇവളുടെ അച്ഛനെ കാണാനായിട്ടാണ് വരുന്നത്. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതാ അവളെ നിങ്ങളെ ടാർഗറ്റ് ചെയ്യരുതെന്ന്. അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വരാൻ നിങ്ങളുടെ ഭാര്യ മോളോ ആണോ ശുപാർശ ചെയ്തത്. ഇനി നിങ്ങൾ അവളുടെ കാര്യത്തിൽ ഇടപെട്ടാല് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആയിരിക്കില്ല. എനിക്ക് നിങ്ങളുടെ കമ്പനിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ ഞാൻ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോൾ ലോറ അങ്ങോട്ടേക്ക് അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. ഇവൻ ഓൾറെഡി തന്നെ തീരെ ഇഷ്ടമല്ല ഇവളെ. അതുകൊണ്ട് തന്നെ നിന്റെ അങ്കിൾ വിളി എന്നോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവൻ അവളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവള് ടോപ്പ് 3-ലാണ് വന്നിരിക്കുന്നത്. നേരത്തെ ആ റിസൾട്ട് എന്തോ പബ്ലിഷ് ചെയ്ത സമയത്തുള്ള മിസ്റ്റേക്ക് ആയിരുന്നു. ഇവൾക്ക് 0 ഒന്നും അല്ല, ഇവള് നല്ല മാർക്കോട് കൂടിയാണ് പാസ്സായിരിക്കുന്നത്. അത് കണ്ട് അലക്സ് വരെ ഇവൾക്ക് ഇത്ര കഴിവുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഫോർച്യൂനും വളരെ സന്തോഷത്തില് ഞാൻ അവൾക്ക് വേണ്ടി കുറച്ച് കോളേജ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ ഇതിലെ ഏതാ ബെസ്റ്റ് എന്ന് അന്വേഷിച്ചിട്ട് പറയ് എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. മാത്രമല്ല ആ ഒരു റിസൾട്ട് അവൻ ഇയാൾക്കും സെൻഡ് ചെയ്യുന്നു. അത് കണ്ട് ഇയാളുടെ കീഴിൽ വർക്കാണ്. മോള് ഇത്രയും നന്നായിട്ട് പഠിക്കുമെന്നും അയാളും വിചാരിച്ചില്ലല്ലോ. ഇയാൾക്ക് അത് കണ്ട് സന്തോഷമായിട്ട് ഉടനെ തന്നെ ലോറയെ വിളിച്ച് കാണിക്കുന്നു. പക്ഷെ അവൾ അത് കണ്ട് ഷോക്കായി പോവാണ്, വിശ്വസിക്കാനേ ആവുന്നില്ല. അച്ഛൻ അവളോട് നിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞേക്ക് വെന്നിന്റെ കാർഡെല്ലാം അൺബ്ലോക്ക് ചെയ്യാനായിട്ട്, അവൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ വാങ്ങട്ടെ, ഇനി എന്തായാലും എന്റെ കമ്പനി ഫ്യൂച്ചറിൽ അവളെ എനിക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം എന്ന് പറയുമ്പോൾ ഇവൾക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇയാള് ഈ ഒരു കമ്പനി അവളെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഇവളുടെ സ്ഥാനം രണ്ടാമതാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല ദേഷ്യം വരെയാണ്. അപ്പോ ഇവിടെ ഇവര് രണ്ടുപേരും എക്സാമിൽ വിജയിച്ചത് കൊണ്ട് തന്നെ അതിന്റെ എൻജോയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വൈൻ എന്ന്
പറഞ്ഞ് രണ്ടെണ്ണം കുടിക്കുന്നത് ആൽക്കഹോൾ ആണ്. അതുകൊണ്ട് തന്നെ കിറങ്ങി വീഴുന്നു. അപ്പോഴേക്കും ഇവനും അങ്ങോട്ടേക്ക് എത്തുന്നു. ലിന്നിന്റെ ചേട്ടനും ഫൂച്ചിന്റെ കൂടെ ഉണ്ട്. അപ്പോ അവൻ ലിനിനോട് വന്ന് നീ വീണ്ടും തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ഫൂച്ചിനും ഇവളോട് നീ എന്തിനാ കുടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവള് ബോധമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനും അവളെ തൂക്കിയെടുത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. ഇവളിപ്പോ ഇവന്റെ വീട്ടിലാണല്ലോ. അപ്പോ ഇവന്റെ അച്ഛൻ ഇവളുടെ ഫേസ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തില് ഓ നിനക്ക് ഇപ്പോഴെങ്കിലും നിന്റെ ഗേൾ ഫ്രണ്ടിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഫൂച്ചൻ അച്ഛാ ഇതെന്റെ ഗേൾ ഫ്രണ്ട് ഒന്നല്ല ഇത് വെന്നാണ് എന്ന് പറഞ്ഞിട്ട് അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷെ ഇവളപ്പോ ഇവന്റെ റൂമിൽ കിടന്നാ മതി എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോ അവനും അവളെ അവന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി കിടത്തുന്നു. പക്ഷെ ഇവളപ്പോ ഇവന് മാറാനുള്ള ഡ്രസ്സ് പോലും വിടാണ്ട് പിടിച്ചിരിക്കാണ്. അതുകൊണ്ട് തന്നെ അവനും അത് മാറാതെ അവിടെയുള്ള സോഫയിൽ കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് ബോധം വരുമ്പോഴാണ് ഇവള് അവളുടെ റൂമിലല്ല എന്ന കാര്യം തന്നെ മനസ്സിലാക്കുന്നത്. അങ്ങനെ നേരെ ഇവന്റെ അടുത്തേക്ക് ചെന്ന് ഇവന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് ഓ നീ എഴുന്നേറ്റോ നീ നിന്റെ റൂമിലോട്ട് പൊക്കോളാനായിട്ട് പറയുന്നു. അപ്പൊ ഇവള് അല്ല നിങ്ങൾ എന്തിനാ ഈ ഡ്രസ്സിൽ കിടന്നുറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ എന്റെ ഡ്രസ്സ് നിന്റെ കയ്യിൽ തന്നെയല്ലേ ഉള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ അത് ശ്രദ്ധിക്കുന്നത്. ഇന്നലെ കയ്യിൽ പിടിച്ചു വെച്ചേക്കായിരുന്നല്ലോ. അങ്ങനെ ഇവൻ അവളോട് നിനക്ക് ഈ പ്രായത്തില് പലതും തോന്നാം പക്ഷെ അതിനൊക്കെ ചില അതിരുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവൾക്കാണെങ്കിൽ ഇനി താൻ എന്ത് ചെയ്തിട്ടാണ് തന്റെ പ്രണയം അവന് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷെ അതിനുശേഷം നമ്മുടെ വെൻ ടോപ്പ് 3 വന്നിരിക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവളെ എന്തോ ഫേക്ക് പരിപാടി കാണിച്ചിട്ടാണ് ഇവിടെ എത്തിയത് എന്ന രീതിയിൽ ന്യൂസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഇവളെ വളഞ്ഞിരിക്കുകയാണ്. ഇവൾ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ബിസിനസ്മാന്റെ മകളാണല്ലോ. പക്ഷെ ആ ന്യൂസ് സ്പ്രെഡ് ആക്കിയത് മറ്റാരുമല്ല ലോറ തന്നെയാണ്. കാരണം അവള് വിശ്വസിക്കുന്നത് വെനിന് അതിനു വേണ്ടിയിട്ടുള്ള കഴിവ് ഇല്ല എന്നാണല്ലോ. മേ ബി ഫ്യൂച്ചർ വല്ലതും ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കാം അവൾക്ക് അങ്ങനെ ഒരു റിസൾട്ട് വന്നത് എന്നാണ്. ലോറ തന്നെയാണ് ഇവൾക്ക് ഇങ്ങനെ ഒരു പണി തന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും ലോറയും അങ്ങോട്ടേക്ക് വന്ന റിപ്പോർട്ടേഴ്സിനോടൊക്കെ അയ്യോ നിങ്ങൾ എന്റെ അനിയത്തിയെ ബുദ്ധിമുട്ടിക്കരുത് ഇവൾക്ക് ഒരു അബദ്ധം പറ്റിയതാ ഇവൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു ബാക്കിയുള്ള കുട്ടികളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് നല്ല സ്നേഹമുള്ള സഹോദരി എന്ന രീതിയിൽ ഇവളെ കുറിച്ച് സംസാരിക്കുന്നു. ഭയങ്കര മെച്യൂർഡ് ആയിട്ടാണല്ലോ ലോറ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ലോറ വെനിനെയും കൂട്ടി നേരെ ഇവളുടെ സ്കൂളിലേക്ക് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് നമ്മുടെ ഫൂച്ചനും എത്തുന്നുണ്ട്. അവനെ കാണുമ്പോൾ ഇവൾക്ക് സമാധാനാവുന്നു. ഇവൾക്ക് എന്തായാലും അവളുടെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്. അവൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണല്ലോ ആ ഒരു മാർക്ക് നേടിയത്. അങ്ങനെ ഇവരും ഇവളുടെ പേപ്പർ എല്ലാം തന്നെ എടുപ്പിച്ച് റീചെക്ക് ചെയ്യുമ്പോഴും കറക്റ്റ് അവൾക്ക് നേരത്തെ എത്ര മാർക്ക് ഉണ്ടായിരുന്നോ അതേ മാർക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവൾ എല്ലാ ക്വസ്റ്റ്യൻസിനും നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയാസ് മുന്നിൽ വെച്ച് തന്നെ ഇവളെ കുറ്റം ചെയ്തിട്ടില്ല സത്യസന്ധമായ രീതിയിലാണ് ഈ മാർക്കൊക്കെ വാങ്ങിയത് എന്ന് തെളിയുന്നു. പക്ഷെ ഇവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം വെൻ ഫുള്ള് ആ ഒരു എക്സാം സമയത്ത് ഗെയിം കളിക്കായിരുന്നല്ലോ എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത സന്തോഷം ഇപ്പൊ ഇവൾക്ക് പുറത്ത് കാണിക്കേണ്ടി വരുന്നു. അങ്ങനെ അതിനുശേഷം ഇവൻ വെനിനെയും കൂട്ടി അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇവളോട് ഇനി നീ ഏത് കോഴ്സ് എടുത്ത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് മാനേജ്മെന്റ് കോഴ്സ് ആണെന്ന് പറയുന്നു. അപ്പൊ ഇവൾക്ക് നേരത്തെ അതിനോടൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളോട് അതെന്താ ഇപ്പോ അങ്ങനെയെന്ന് ഫൂഷൻ ചോദിക്കുമ്പോൾ ഇവള് മനസ്സില് താൻ എന്തായാലും ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാലാണ് ഇവർക്ക് 2 കമ്പനി ഉണ്ടല്ലോ. ഒന്ന് സ്വന്തം കമ്പനിയും മറ്റേത് മുത്തശ്ശന്റെ കമ്പനിയും. ആ 2 കമ്പനിയും ഏറ്റെടുത്ത് നടത്തി ഭാവിയില് ഇവന് ചേരുന്ന ഒരു പെൺകുട്ടി ആവണമല്ലോ. ഇവൻ അത്രയും വലിയൊരു ബിസിനസ്മാൻ ആണ്. സോ ഇവള് എന്തുകൊണ്ടും ഇവന് മാച്ച് ആവണം. അതിനു വേണ്ടിയിട്ടാണ് ഇവൾ ആ ഒരു കോഴ്സ് എടുക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ ഇവനോട് അത് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതാണെന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവളുടെ ആ ഒരു മറുപടി കേട്ടിട്ട് ഇവള് എന്തുമാത്രം വലുതായി എന്ത് പക്വതയോടുകൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നു. അതിനുശേഷം ഇവനോട് വീണ്ടും തന്റെ പ്രണയം പറഞ്ഞിട്ട് തനിക്കത് വെറും തമാശയല്ല ഞാനത് വെറും തമാശയായിട്ടല്ല കാണുന്നത്. തീർച്ചയായും എന്റെ കോളേജ് കഴിയുമ്പോൾ എനിക്ക് 22 വയസ്സാവും. അപ്പൊ നമുക്ക് വിവാഹം കഴിക്കാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വൈഫ് ആയിരിക്കും. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഏത് പ്രപ്പോസലിനെക്കാളും ഞാൻ മികച്ചതായിരിക്കും. എനിക്ക് വെറും 2 വർഷത്തെ സമയം തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇവൻ ആദ്യം സമ്മതിക്കുന്നില്ല. പക്ഷെ ഇവൾ അത്രയും സീരിയസ് ആണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവനും അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ അവര് രണ്ടുപേരും ഇനി 2 വർഷത്തേക്ക് നമ്മൾ അങ്കിളും മരുമകളും ഒന്നും ആയിരിക്കില്ല എന്ന് പ്രോമിസ് ചെയ്യുന്നു. പക്ഷേ ഫൂച്ചന് താൻ എന്തിനാണ് ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം ഇവൻ വീണ്ടും അവളുടെ മനസ്സിൽ ഒരു വലിയ മോഹം വളർത്തുകയാണല്ലോ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലൂടെ അറിയാം. അടുത്ത വീഡിയോയിൽ കാണാം.